തമിഴ്നാട്ടിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഉദയനിധി സ്റ്റാലിൻ ആസൂത്രണം, വികസനം എന്നീ വകുപ്പുകൾ കൂടി നൽകി. 4 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഫോൺ ചോർത്തലിൽ PV അൻവർ MLA-ക്കെതിരെ കേസെടുത്തത് കോട്ടയം കറുകച്ചാൽ പോലീസ്. കലാപത്തിന് ശ്രമിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. പാലക്കാട് അലനല്ലൂരിൽ PV അൻവർ പങ്കെടുത്ത പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം. അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം വൈകിട്ട് നിലമ്പൂരിൽ. RSS ADGP കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി RSS നേതാവ് A. ജയകുമാർ. നേതാക്കളെ പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും കാണുന്നത് ആദ്യമായല്ലെന്ന് പ്രതികരണം. ഇത്തരം കൂടിക്കാഴ്ചകൾ RSSന്റെ പതിവ് രീതിയെന്ന് ഫേസ്ബുക്ക് കുറിപ്പ്. കുത്തുപറമ്പ് സമരനായകൻ പുഷ്പൻ അന്ത്യാഞ്ജലി അർപ്പിച്ച് CPM പ്രവർത്തകർ. ചൊക്ലിയിലെ പൊതുദർശനം അവസാനിച്ചു. സംസ്കാരം അല്പസമയത്തിനകം വീട്ടുവളപ്പിൽ. പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ പരാതിയുമായി സിദ്ദിഖിന്റെ മകൻ. സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്ത് ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ നാളെ സുപ്രീം കോടതിയിൽ. പ്രോസിക്യൂഷൻ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ്. ബാലചന്ദ്രൻ മേനോൻ പീഡിപ്പിച്ചെന്ന നടിയുടെ ആരോപണം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലിനെതിരെ കേസ്. പൊളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും ഏകോപന ചുമതല പ്രകാശ് കാരാട്ടിന്. താൽക്കാലിക ചുമതല 24-ാം പാർട്ടി കോൺഗ്രസ് കഴിയുന്നതുവരെ. തീരുമാനം CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ.